സാജു, ഇന്നത്തെ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമോ? മുഖ്യമന്ത്രിയുടെ വിശദീകരണം അദ്ദേഹം ഒരു സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന ഒരു മറുപടി എന്നൊക്കെ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. ഈ എന്താണ് ആ ദിവസത്തിൻ്റെ, ഈ വിമർശനത്തിന് ഉണ്ടാകുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത? കേരളത്തിൽ പ്രളയം ഉണ്ടാകുന്നു. ആ ദിവസം അദ്ദേഹം പോയി ഭക്ഷണം കഴിച്ചതാണല്ലോ ഈ വിവാദത്തിൻ്റെ വിമർശനം തുടങ്ങിയെടുത്തിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒക്കെ ഇത്തരം സില്ലി കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാനുള്ള സമയമായി. ഈ ദുരിത നിവാരണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് മുഖത്തു നോക്കി പച്ചയ്ക്ക് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് എന്നും നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു എന്നും പറയാം. അതിനപ്പുറത്തേക്ക് ഒരാൾ എവിടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിച്ചപ്പോൾ കൂടെ ചുറ്റുമുണ്ടായിരുന്നവർ ആർത്തുല്ലസിച്ചോ, അല്ലെങ്കിൽ കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണോ അതോ ഊണാണോ എന്നൊക്കെയല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് വളരെ സീരിയസ് ആയി തന്നെ ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. കാരണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടത്തെ എങ്ങനെ വേണം അഭിമുഖീകരിക്കാൻ ഒരു സർക്കാർ സംവിധാനങ്ങൾ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി കാര്യക്ഷമത ആവശ്യമുണ്ട് എന്ന വിമർശനത്തിന് കാതലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദുരന്തം തുടങ്ങിയാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുതിയ ക്രമീകരണങ്ങൾ വേണ്ടി വരും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്തരം പ്രളയ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ തോത് എങ്ങനെയെങ്കിലും ഒരു മാപ്പിംഗ് ചെയ്തു വെക്കാൻ പറ്റാത്ത രീതിയിൽ വലുതായി കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം 2018 പോലും വെള്ളം കയറാത്ത സ്ഥലത്ത് വെള്ളം കയറി എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങളിൽ അവർ പറയുന്നുണ്ട്, മുമ്പ് ഇവിടങ്ങളിൽ ഇത്തരം രീതി ഉണ്ടാവാത്ത സ്ഥലങ്ങളിലാണ് ഉണ്ടാകുന്നത്. അപ്പം എവിടെയും എന്തും സംഭവിക്കാം എന്നത് കണ്ടുകൊണ്ട് മുൻകൂട്ടിയുള്ള ഒരു പ്രക്രിയ ഉണ്ടാവണം. അതുണ്ടായിരുന്നോ എന്നതാണ് ചോദ്യം. അല്ലെങ്കിൽ സിസ്റ്റം സംഭവം ഉണ്ടായപ്പോഴേക്കും അതിലേക്ക് ഉൾച്ചേർന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം എനിക്ക് തോന്നുന്നു ജനപ്രതിനിധികൾ എന്ന നിലയിൽ ആ സ്ഥലത്തെ MLA-മാരെ ഞാൻ ആ ദുരിതം തുടങ്ങുന്ന ദിവസം ആദ്യം മുതലേ ആ സ്ഥലത്തുള്ള ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ട്. റാന്നിയിൽ നമ്മൾ പഴകുളം മധുവിനെ കാണുന്നുണ്ട്. ആറന്മുളയിൽ അബിൻ വർക്കി കുറെ കൂടി സജീവമായി കാണുന്നുണ്ട്. അബിൻ വർക്കിയെ നിങ്ങൾ നോക്കൂ. അബിൻ വർക്കി പറയുന്നുണ്ട്, ഇത് റാന്നിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ആറന്മുളയിലേക്കാണ് എത്തുക, ഇവിടെ കുറച്ചുകൂടി ഗുരുതരമായിരിക്കും സാഹചര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് വരാൻ പോകുന്നതെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ജനപ്രതിനിധികൾ. അതിനനുസരിച്ച് സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? അവിടെ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ, അവരെ രക്ഷാ ദൗത്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ക്രമാനുഗതമായി കൊണ്ടുവന്നിരുന്നോ? ഇക്കാര്യത്തിലൊന്നും എല്ലാ കാലത്തും ഉണ്ടാകുന്ന പോലെ ഉണ്ടായ വിമർശനങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന തലത്തിലുള്ള വിമർശനമില്ല. പിന്നെ നിങ്ങൾക്കൊരു ദുരന്തത്തെ പല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ക്യാപ്റ്റന് തന്നെ മുന്നിലിറങ്ങി നിന്നിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് നമുക്കെല്ലാവർക്കും വാ മക്കളെ എല്ലാവർക്കും ഒരുമിച്ചിറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വലിയൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇതൊരു വലിയ മുഴുവൻ നാടിൻ്റെ പ്രശ്നമായിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ഘട്ടമുണ്ട്. അങ്ങനെ സർക്കാർ സംവിധാനങ്ങളിലൂടെ കൂടി മാത്രം വേണമെങ്കിൽ കൊണ്ടുപോകാം. നമ്മുടേതുപോലുള്ള ഒരു കേരളീയ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനവും ദുരന്ത നിവാരണ പ്രവർത്തനവും നടത്തുക. സന്നദ്ധ സംഘടനകളുടേതടക്കമുള്ള കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എപ്പോഴും ഫലപ്രദമാവുക. ഇത്തവണയും ഇതൊക്കെ നടന്നിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഈ ദുരിതം ഉണ്ടായ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ നാട്ടുകാർ ഒരുപോലെയാണ്. മറ്റ് സംവിധാനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഈ പറയുന്നത്ര വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ സമയത്ത് ആദ്യ ദിവസം ചിലപ്പോൾ ചായ എത്തിയിട്ടുണ്ടാവില്ല, അരി എത്തിയിട്ടുണ്ടാവില്ല, കരണ്ട് എത്തിയിട്ടുണ്ടാവില്ല. ചിലയിടത്ത് കരണ്ട് ഉണ്ടാവില്ല. കാരണം മൊത്തം വെള്ളം കയറി കിടക്കുമ്പോൾ കരണ്ട് ചിലയിടങ്ങളിൽ ഓഫ് ചെയ്തതായിരിക്കും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് എന്നതിനപ്പുറത്തേക്ക് അത്തരം പ്രശ്നങ്ങൾ തീർക്കാൻ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിന് നേതൃത്വം നൽകേണ്ടതും സർക്കാർ സംവിധാനങ്ങളും സർക്കാർ അടക്കമുള്ളവരാ. അല്ലാതെ ആദ്യ ദിവസം തന്നെ ഈ
പ്രളയമുണ്ടായതെടുത്ത് മുഖ്യമന്ത്രി എത്തലല്ല പരിഹാരം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ മുഖ്യമന്ത്രി എത്തുന്നതിന് പുറകെ ആയിരിക്കും ഓടുക. ആളുകളെ അവർക്ക് ദുരന്ത നിവാരണം അനുഭവപ്പെടുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ പ്രാദേശികമായ ജനപ്രതിനിധികളും പ്രാദേശിക സംവിധാനങ്ങളും തന്നെയാണ് ഇത് ഏകോപിപ്പിക്കേണ്ടത്. മുകളിൽ നിന്നുള്ളതൊരു മേൽനോട്ടത്തിലാണ് വരേണ്ടത്. ആ ദിവസം തന്നെ മുഖ്യമന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയോട്, എൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ അപ്ഡേറ്റുകൾ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അത്ര അപ്ഡേറ്റുകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ അവർ കൂടിയാലോചന നടക്കാതെ അത്ര അപ്ഡേറ്റുകൾ കിട്ടില്ലല്ലോ. അതുകൊണ്ട് വലിയ വീഴ്ചയൊന്നും നടന്നിട്ടില്ല. ഈ ഭക്ഷണം കഴിക്കാൻ പോയി അതെന്തോ അനൗചിതമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നാണല്ലോ ഇത് തുടങ്ങിയത്. റഹീം MP അടക്കമുള്ളവർ മുഖ്യമന്ത്രി പോയതിനെ വിമർശിച്ചിട്ട് അത് വ്യക്തിപരമാണ്. ഇന്നത്തെ ദിവസം അത് ഒഴിവാക്കണോ എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ ഒഴിവാക്കാം.